നമസ്കാരം. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പറത്തിവിട്ട എല്ലാ ഡ്രോണുകളെയും ഇന്ത്യ വെടിവച്ചിട്ടു. ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത് തുർക്കിയുടെ പാകിസ്ഥാനുള്ള ഒരു കൈസഹായമാണ്. യുദ്ധാനന്തരം നിലനിൽക്കെ കറാച്ചിയിലെത്തിയ തുർക്കി കപ്പലിൽ ആയുധമാണെന്ന സംശയങ്ങളെ ഇന്ത്യ സാധൂകരിച്ചു. ഇന്ത്യയോട് തുർക്കിക്ക് ഉള്ളിലൊരു പകയുണ്ട്, അർമേനിയയെ പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യം. ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധം നൽകി സഹായിക്കുന്നത്. എന്നാൽ ഇതിന് പകരമെന്നോണം അർമേനിയയ്ക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യൻ നീക്കം. ആകാശ് 1 മിസൈലിന്റെ 2ാം ബാച്ച് ഇന്ത്യയിൽ നിന്നും ഉടൻ അർമേനിയയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഇത്തരമൊരു വാർത്ത പുറം ലോകത്തിന് നൽകുന്നത്. ബ്രേക്കിംഗ് ഇന്ത്യ ഈസ് റെഡി ടു ഷിപ്പ് സെക്കൻഡ് ബാച്ച് ഓഫ് ആകാശ് 1 മിസൈൽ സിസ്റ്റം ടു അർമേനിയ എന്നാണ് പോസ്റ്റ്. അർമേനിയയും തുർക്കിയുടെ ആയുധക്കരുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ്. ഈ തുർക്കി പ്രതിരോധ മികവാണ് ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണത്. അതിന് പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശമായിരുന്നു. ഇതേ ആകാശിന്റെ കരുത്താണ് തുർക്കിക്ക് കൂടുതലായി കിട്ടാൻ പോകുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം അതിശക്തമാണെന്ന വസ്തുത ഓപ്പറേഷൻ സിന്ദൂറും തുടർ ഓപ്പറേഷനുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അർമേനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് സൂചനകളുണ്ട്. പല കാര്യങ്ങളിൽ സമാനതകളുള്ള 2 അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും. ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ളത് ജോർജിയയും ഇറാനും തുർക്കിയും. ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. അസർബൈജാൻ പടിഞ്ഞാറ് കാസ്പിയൻ കടൽ, 95% ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമേനിയയിൽ 30 ലക്ഷമാണ് ജനസംഖ്യ. അസർബൈജാനിൽ 1 കോടിയാണ് ജനസംഖ്യ. അതിൽ 99% മുസ്ലിങ്ങളാണ്. മുൻ സോവിയറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യയ്ക്ക് റോളുണ്ട്, താൽപ്പര്യമുണ്ട്. തുർക്കിക്കുമുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യം. കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കാനും സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുമുള്ള അസീറി സഹോദരങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങൾ എന്ന തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗാന്റെ പഴയ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. സംഘർഷത്തിൽ അസർബൈജാനൊപ്പമാണ് തങ്ങളെന്ന് സംശയമേതുമില്ലാതെ തുർക്കി പറഞ്ഞു വയ്ക്കുന്നു. ഒരു ദേശീയതയും 2 രാജ്യങ്ങളുമെന്നാണ് ഇരു രാജ്യങ്ങളെയും ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത്. അവിടെ നടക്കുന്നതെന്തും ഞങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ അതിർത്തികളെയും പ്രദേശത്തെയും ബാധിക്കും. തുർക്കി പലതവണയായി വ്യക്തമാക്കിയതാണ്. തുർക്കിയുടെ പിന്തുണ അസർബൈജാന് കരുത്താണ്. അതേസമയം അർമേനിയയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുണ്ട്. എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല. എന്നാൽ അസർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വന്നത് 2016 യുദ്ധത്തിന് ശേഷമാണ്. 2020 വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർബൈജാന് പിന്തുണ നൽകി. സാംസ്കാരികതയാണ് ഇരു രാജ്യങ്ങളെയും ചേർത്തു നിർത്തുന്നത്. ഭൂരിപക്ഷം അസീറിയൻ ജനതയും വംശീയമായി തുർക്കികളാണ് എന്ന കാരണമായിരുന്നു അന്ന് തുർക്കി അതിന് കാരണം പറഞ്ഞത്. അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നതിന് പുറമെ അവരുടെ ഭാഷ തമ്മിലും സാമ്യമുണ്ട്. തുർക്കിയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും അസർബൈജാന് ആയുധ സഹായം ലഭിക്കുന്നു. 2020 സംഘർഷത്തിൽ അത്യാധുനിക ഡ്രോണുകളടക്കം വലിയ അളവിൽ ആയുധ സഹായം അസർബൈജാന് തുർക്കി നൽകി. അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയുണ്ടാകുമെന്ന ഘട്ടത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുറമെ തുർക്കിയും രംഗത്ത് വന്നു. തുർക്കിയുടെ ആയുധങ്ങൾ അസർബൈജാന് വലിയ അനുഗ്രഹവും ആയിരുന്നു. തുർക്കിക്കും അസർബൈജാനും ഇടയിൽ റോഡ് നിർമ്മിക്കാനും റഷ്യയുമായി ചേർന്ന് അവരുടെ സമാധാന വാഹക സംഘത്തെ അയക്കുമെന്നും തുർക്കി ഉറപ്പു നൽകി. സിറിയൻ സൈനികരെ തുർക്കി അർമേനിയക്കെതിരെ പോരാടാൻ ലഭ്യമാക്കുമെന്ന് ആരോപണമുണ്ട്. എന്നാൽ ഇത് അസർബൈജാനും തുർക്കിയും നിഷേധിക്കാറുണ്ട്.